തരൂരിനെ പ്രശംസിച്ച് സമസ്തയും രംഗത്തെത്തി. തരൂർ വിശ്വപൗരനെന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സംസ്ഥാന നേതാക്കൾക്ക് പിന്നാലെ മുജാഹിദ് നേതാക്കളെയും ശശി തരൂർ സന്ദർശിച്ചു. തരൂരിന്റെ സൗഹൃദ സന്ദർശനമാണെന്ന് KNM നേതാക്കൾ അറിയിച്ചു. രണ്ടാം ഘട്ട മലബാർ പര്യടനത്തിന്റെ ഭാഗമായാണ് ശശി തരൂർ സാമുദായിക നേതാക്കളെ സന്ദർശിച്ചത്. ഇന്ന് രാവിലെ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായിട്ടായിരുന്നു തരൂരിന്റെ ആദ്യ കൂടിക്കാഴ്ച. സമസ്ത ഓഫീസിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ ഓരോ ക്ഷണം കിട്ടുമ്പോൾ അതിനെ സ്വീകരിച്ച് വരുന്ന ഒരു വഴിയിലാണ് വീണ്ടും വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് കാണാൻ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വേറൊരു ചടങ്ങിൽ ഒരു ക്ഷണം എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിനൊരു അപ്പോളജി പറയാനും അവർ ഓഫീസിൽ വന്ന് അവരെ കാണാനും അത് നല്ലൊരു സ്വീകരണമായിരുന്നു. പക്ഷെ അതിനെക്കാട്ട് വലിയ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. ഞങ്ങളൊക്കെ ഇരുന്ന ഒരു മര്യാദയോടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനായിട്ട് മാത്രമേ കണ്ടുള്ളൂ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് തരൂർ പര്യടനം നടത്തുന്നതെന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വലിയ അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രശംസിച്ചു. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള ഒരു വിശ്വപൗരന്മാരാണ്. അപ്പോൾ ലോകത്തെ പറ്റി മനസ്സിലാക്കി അതിനൊക്കെ ഉൾക്കൊണ്ട പല അറിവുകളും മൂപ്പർക്കുണ്ടാവും. അതനുസരിച്ച് കോൺഗ്രസിനെ മുഖ്യധാരയിലേക്ക് ഇനി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാണ് മൂപ്പർ. തരൂരിന്റേത് സൗഹൃദ സന്ദർശനമാണെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി പറഞ്ഞു. KNM രാഷ്ട്രീയപരമായ ഇടപെടലുകളിൽ പങ്കാളികളാവാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരസ്പരം സ്നേഹം കൈമാറി എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യേകതയും ആ സന്ദർശനത്തിനുണ്ടായിരുന്നില്ല. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പരിപാടിയുടെ ഭാഗമായി ഇവിടെ വന്നു ഒരു സുഹൃത്ത് സന്ദർശനം മാത്രമാണ് യഥാർത്ഥത്തിൽ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഉച്ചകഴിഞ്ഞ് വിസ്ഡം നേതാക്കളെയും തരൂർ സന്ദർശിച്ചു. കോൺഗ്രസിനകത്തു നിന്നും തരൂരിന് നേരെ എതിർസ്വരങ്ങൾ ഉയരുമ്പോഴും സാമുദായിക സംഘടനകൾക്കിടയിൽ അദ്ദേഹം വലിയ സ്വീകാരനാവുകയാണ് എന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് സന്ദർശനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.